ശ്രീ സന്ദീപ് വാര്യർ, UP പോലെയല്ല കർണാടകയിലെ ബുൾഡോസർ പ്രവർത്തനം നടന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന ഒരു ന്യായം. രണ്ടും ഒരുപോലെയല്ല എന്ന്. അങ്ങ് എന്ത് വ്യത്യാസമാണ് കാണുന്നത്? സ്മൃതി, തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗൗരവത്തോടു കൂടി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെടുകയും ബഹുമാനപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കോൺഗ്രസ് സർക്കാരിനോടും പാർട്ടിയോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ നീതി നടപ്പിലാക്കേണ്ടതുണ്ട്. അവിടെ ഈ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ ആവാസം വ്യവസ്ഥിതി തകർക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. ഒരിക്കലും ബുൾഡോസർ രാജിനെ പോലെ അതല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ സംഘപരിവാർ സർക്കാർ നടപ്പാക്കുന്ന, ഉത്തർപ്രദേശിൽ മാത്രമല്ല BJP ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളോട് എന്നും പോരാടുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളായ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്രയോ തവണ ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗർഭാഗ്യകരമായ സംഭവത്തോട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും അവിടെ വീട് നഷ്ടപ്പെട്ടവരോട്, അവിടെ കിടപ്പാടം നഷ്ടപ്പെട്ടവരോട് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് സഹതാപമുണ്ട്. അവർക്ക് നീതി ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഒന്ന്. രണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ കർണാടകയിലെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് കർണാടകയുടെ ഡെപ്യൂട്ടി CM ശ്രീ DK ശിവകുമാർ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആ ന്യായീകരണം എന്ത് തന്നെയാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് കർണാടക സർക്കാർ പറയുന്നത് അത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ട് നേരത്തെ അക്വയർ ചെയ്ത ലാൻഡായിരുന്നു. ആ ലാൻഡിൽ എൻക്രോച്ച്മെൻ്റ് ആണ് നടന്നിരുന്നത്. ആ എൻക്രോച്ച്മെൻറ്റ് നീക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കർണാടക സർക്കാരിൻ്റെ വിശദീകരണമെങ്കിൽ പോലും ഇന്ന് കർണാടക സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള, അവിടെ കിടപ്പാടം നഷ്ടപ്പെട്ട രേഖകളുള്ള മുഴുവൻ ആളുകൾക്കും പുതിയ ഭവന പദ്ധതി അവർക്കായിട്ട് നടപ്പിലാക്കും. അവർക്ക് വീട് എത്രയും പെട്ടെന്ന് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി രേഖകളില്ലാത്ത ആളുകൾക്കും ഓൾട്ടർനേറ്റീവായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാളെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് ഈ വീട് നഷ്ടപ്പെട്ടവർ കാണാൻ പോവുകയാണ്. അതിനുള്ള സംവിധാനവും കർണാടകയിലെ പാർട്ടിയും കർണാടകയിലെ ഗവൺമെൻറ്റും ഒരുക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനീതിയും നടപ്പിലാവാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി ബുൾഡോസർ രാജ്യമായി ഇതിനെ സമീകരിക്കരുത്. അതെ, അതങ്ങ് പറയുന്നത് ഉത്തർപ്രദേശിൽ എത്രത്തോളം മുസ്ലിം കുടുംബങ്ങളുടെ വീടുകളാണ് അല്ലെങ്കിൽ പറയുന്ന അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് തകർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു താരതമ്യം ശരിയായിരിക്കില്ല. പക്ഷേ നോക്കൂ, ഇവിടുത്തെ കുടുംബങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 188 കുടുംബങ്ങളാണ്. അതിൽ 186 കുടുംബങ്ങൾ മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്, 30 ഹിന്ദു കുടുംബങ്ങൾ. പറയുമ്പോൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, പാവങ്ങളായവരാണ്. അതിൽ എണ്ണം നോക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളാണ് കൂടുതലുള്ളത്. ഇനി മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചാണെന്നൊന്നും പറയേണ്ടതില്ല എങ്കിൽ കൂടിയും പാവങ്ങളെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ പുലർച്ചെ 4 മണിക്ക് ബുൾഡോസർ കൊണ്ടുവന്ന് വൈകിട്ട് വരെ നടത്തേണ്ട ഒരു തിടുക്കം, ആ തിടുക്കം എന്ന് പറയുന്നത് നോട്ടീസ് പോലും നൽകാതെയാണെന്ന് പറയുന്നു. മറിച്ച് അപ്പുറത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പറയും. ഇതിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട്, പ്രത്യേകിച്ച് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലൊരു പ്രതികരണം നടത്തി. അപ്പോൾ ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുന്ന മറുപടി എത്രത്തോളം നല്ല മറുപടിയാണ് ശ്രീ സന്ദീപ് വാര്യർ? അതാണല്ലോ DK ശിവകുമാർ നൽകിയ മറുപടി. ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, നിങ്ങൾ ഇടപെടേണ്ട. അങ്ങനെയാണോ കാണേണ്ടത്? ഒന്ന്, സ്മൃതി, ഇതിൽ പുലർച്ചെ നടത്തിയിട്ടുള്ള ഈ എവിക്ഷൻ നടപടി തീർച്ചയായിട്ടും അതിൽ ഒരു അപാകതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡ് വിഷയത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടതും അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ട റിഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും അത് കർണാടക സർക്കാർ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സമയത്ത് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയും അങ്ങോട്ടൊരു സംഘത്തെ അയക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ ഇത് നടപ്പാക്കിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാരാണ്? ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ആ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ഇവിടെ വായിച്ച ഹർഷപുളകിതനായ മുഖ്യമന്ത്രി ഈ ബുൾഡോസർ രാജിൻ്റെ ബ്രാൻഡ് അംബാസഡറായ യോഗി ആദിത്യനാഥിനെ കേരളത്തിലെ സർക്കാർ സ്പോൺസേഡ് പരിപാടിയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശം വായിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ കർണാടകയിലെ തികച്ചും മതേതരമായിട്ടുള്ള, കർണാടകയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്?
വാസ്തവത്തിൽ കർണാടകയിൽ CPM-ന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായതുകൊണ്ടാണ്? അല്ല, മറിച്ച് BJP-ക്ക് എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ, മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയവിഹുലരാക്കി എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കുറുക്കൻ കണ്ണുകളോട് കൂടിയിട്ടുള്ള ശൃഗാല ബുദ്ധിയോട് കൂടിയിട്ടുള്ള കൗശലമാണ് ഇവിടെ മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ബുൾഡോസർ അനങ്ങി തുടങ്ങിയപ്പോൾ UP-യിൽ ആദ്യം പ്രതികരിച്ചത് ബൃന്ദ കാരാട്ട് എന്ന CPM നേതാവാണ് കേട്ടോ. ശ്രീമതി ബൃന്ദ കാരാട്ടോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരോ രാജ്യത്ത് എവിടെയെങ്കിലും നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കരുതെന്നൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് പെരുപ്പിക്കുകയും മാത്രമല്ല ഒരു മതേതര സർക്കാരിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി BJP-ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറയുന്നത്. ആർക്കാണ് അറിയാത്തത്? അതല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന മുഖ്യമന്ത്രിയല്ലേ? BJP നേതാക്കന്മാർ പറയുന്നിടത്ത് മുഴുവൻ തുല്യം ചാർത്തി കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? മന്ത്രിസഭയ്ക്കകത്ത് ഒരുമിച്ചിരിക്കുന്ന മന്ത്രി രാജനെ പോലും അറിയിക്കാതെ, മുന്നണിക്കകത്തിരിക്കുന്ന CPI പോലും അറിയിക്കാതെ കർണാടകയിൽ BJP സർക്കാരിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണല്ലോ. അവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതേ മാർഗത്തിലൂടെ അതേ രീതിയിലൂടെ തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കിനി അടുത്ത സാധ്യതയില്ലല്ലോ. ഏതെങ്കിലും ഒരു സംവിധാനം മതിയല്ലോ അവിടെ ഭരിക്കാൻ. അപ്പോൾ അത് തന്നെ തുടരുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ബംഗളൂരുവുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അത്തരത്തിൽ വരുന്നുണ്ട്. അവിടുത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാടിനനുസരിച്ചാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടെന്ന് ഹൈക്കമാൻഡ് പറയുന്ന പ്രധാനപ്പെട്ട ചില നിലപാടുകളുണ്ടല്ലോ, അതിനനുസരിച്ചാണോ കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കർണാടക കോൺഗ്രസിന്റെ വീഴ്ച എന്ന് ഉറച്ചു പറയാൻ എന്തുകൊണ്ടാണ് സന്ദീപിന് സാധിക്കാത്തത്? സ്മൃതി, അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. കാരണം നോക്കൂ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കണ്ടേ? ഏറ്റവും ഒടുവിൽ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഞാൻ ചോദിക്കട്ടെ, വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ട് ഇന്ന് കർണാടക സർക്കാർ സ്വീകരിച്ച പോലെ നിലപാട് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? കർണാടകയിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയാൽ ആൾ ജയിലിൽ പോകും. കേരളത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി പ്രസംഗം നടത്തിയയാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോകും. അതാണ് വ്യത്യാസമുള്ളത്. കർണാടകയിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഒരു അക്രമം നടക്കാൻ അവിടെ സർക്കാർ അനുവദിക്കുന്നില്ല. അവിടുത്തെ പാഠപുസ്തകങ്ങളടക്കം സംഘപരിവാറിന്റെ ആശയങ്ങൾ അവിടെ എഴുതി ചേർത്തിരുന്നത് അത് മുഴുവൻ നീക്കി. അവിടെ മാത്രമല്ല, അപ്പോൾ ദക്ഷിണ കർണാടകയിൽ നിരന്തരമായി വർഗീയ കലാപം നടന്നിരുന്ന പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായി അതിനെതിരായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് അനങ്ങുന്നില്ലല്ലോ. അത്തരം ശക്തികൾക്ക്, ധ്രുവീകരണ ശക്തികൾക്ക്, സംഘപരിവാർ ശക്തികൾക്ക് അവിടെ അനങ്ങാൻ സാധിക്കുന്നില്ലല്ലോ. അവർക്ക് ഭയമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്മസ് കാലത്ത് കേരളത്തിലടക്കം സംഘപരിവാർ അഴിഞ്ഞാടിയപ്പോൾ എന്തേ കർണാടകയിൽ അവർക്ക് സാധിക്കാതെ പോയത്? കർണാടകയിൽ ചെയ്താൽ അവിടുത്തെ സർക്കാർ കർശനമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന ബോധ്യം ഇപ്പോൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ RSS ഇല്ലാത്തതുകൊണ്ടാണോ? കർണാടകയിൽ BJP ഇല്ലാത്തതുകൊണ്ടാണോ? കർണാടക ബജ്രംഗ് ദളിന്റെ ശ്രീരാമസേനയുടെ ഒക്കെ ഏറ്റവും വലിയ കോട്ടയാണ്. പക്ഷേ അവിടെ ആ ഛിദ്രശക്തികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാർ അവിടെ ഭരിക്കുന്നുണ്ട്. മതേതരത്വത്തിൽ കണിക പോലും വിട്ടുവീഴ്ചയില്ലാത്തൊരു സർക്കാർ അവിടെ ഭരിക്കുന്നുണ്ട്. RSSന്റെയും അമിത്ഷായുടെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാത്ത നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കർണാടക ഭരിക്കുന്നുണ്ട്. ആ ഭയം RSSനുണ്ട്. അതുകൊണ്ടാണ് അവിടെ അവർ അനങ്ങാത്തത്. പക്ഷേ അങ്ങനെ നട്ടലുള്ള ഒരു സർക്കാരിനെ കാണുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജാള്യതയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്ത് സമീപനമാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.